ലിജോ ജോസ് പെല്ലിശ്ശേരിയും വിനോയ് തോമസും ഒരുക്കിത്തീർത്ത സിനിമയായിരുന്നു ചുരുളി. കഥയും പരിസരവും ഭാഷയും കഥാപാത്രങ്ങളും ഒക്കെ കൊണ്ട് വളരെ വ്യത്യസ്തമായ സിനിമ. കുറ്റം ചെയ്തയാളെ അന്വേഷിച്ചു വരുന്ന നിയമപാലകർ തന്നെ അതേ കുറ്റം ആവർത്തിക്കുന്ന വൈരുദ്ധ്യമായിരുന്നു ഇതിന്റെ പ്രധാന പ്രമേയം. നിയമം പാലിക്കേണ്ടവർ എന്ന പൊതു അർത്ഥത്തിൽ പോലീസുകാർ മാത്രമല്ല, നിയമം ഉണ്ടാക്കുന്നവരും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഈ ഓഡിറ്റിന് നിരന്തരം വിധേയമാകും. എന്നാൽ ഇതിലും ചില വ്യത്യസ്ത വേഷക്കാരുണ്ട്. ആദ്യമേ വലിയ തെറ്റുകൾ ചെയ്യും, പിന്നെ ഏതെങ്കിലും കസേര ഒപ്പിച്ച് കയറിയിരിക്കും. ഒടുക്കം അതേ തെറ്റ് ചെയ്ത മറ്റേ ആരെങ്കിലും നിശിതമായി വിമർശിച്ച് നല്ല പിള്ള ചമയും. ഇപ്പോൾ ഒരാളുടെ മുഖം തെളിഞ്ഞു വരുന്നില്ലേ? അയാൾ തന്നെ, രാജീവ് ചന്ദ്രശേഖർ. തെറ്റുകൾ പറയാൻ തുടങ്ങിയാൽ ഒരു വലിയ ബുക്ക് മൂപ്പർക്ക് പോരാതെ വരും. എങ്കിലും ഇയാൾ അതിനിശ്ചിതമായി പറയുന്ന ഏതൊരു വിഷയവും അയാൾ തന്നെ ഭൂതകാലത്തിലൊരിക്കൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഇതൊരു വെള്ളക്കഥയാണ്, 4 പാടും വെള്ളം മാത്രമുള്ള കഥ. രാജീവം എന്നാൽ താമര എന്ന അർത്ഥമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, വേമ്പനാട് കായൽ കണ്ടപ്പോൾ മൂപ്പർക്കൊരു പൂതി. ഒരു റിസോർട്ട്, അതും സർവ്വ സൗകര്യങ്ങളുമുള്ളത്. അമ്മായിയപ്പനെ പറ്റിച്ച വകയിൽ കോടികൾ കുന്നുകൂടിയ ജൂപ്പിറ്റർ ഫൈനാൻസ് വ്യാഴത്തിൽ നിൽക്കുന്ന 2017. പണം കൊണ്ട് ചാനലും ഇത് രണ്ടും കൊണ്ട് അധികാര കസേരയും നീക്കിയിട്ടിരുന്ന രാജീവ് ചന്ദ്രശേഖർ വേമ്പനാട് കായലിൽ പണി തുടങ്ങി. കുമരകം കവണാറ്റിൻകരയിൽ വേമ്പനാട് കായലിലേക്ക് നോക്കി നിൽക്കുന്ന പുരയിടം കണ്ട് ഇയാൾക്ക് പുതിയ ബിസിനസ് മോഹം ഉദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, മാടത്തോടിന്റെ ഒരു കര കയറി ഒരൊറ്റ മതിൽ കെട്ടൽ. വേമ്പനാട് കായൽ അപ്പോഴേക്കും രാജ്യത്തെ അതീവ പാരിസ്ഥിതിക സുരക്ഷ ഉൾക്കൊള്ളുന്ന രാംസർ സൈറ്റിലൊന്നായി മാറിയിരുന്നു. സ്വന്തം ചാനൽ വെച്ച് തോമസ് ചാണ്ടിക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ ഒരു കയ്യേറ്റ വാർത്ത വിട്ടതോടെ ആ അമ്പ് പോയതിലും വേഗത്തിൽ ഇയാൾക്ക് നേരെ വരുന്നു. 2 പ്ലോട്ടുകളിലായി 4 ഏക്കറിനടുത്ത് ഇയാൾ വളച്ചു കിട്ടിയിരുന്നു. അതും പോരാതെ സ്വന്തം കേന്ദ്രത്തിന്റെ 2 നിയമങ്ങൾ രാജീവ് വെള്ളത്തിലാക്കി. ഒന്ന് തീരദേശ പരിപാലന നിയമം, മറ്റൊന്ന് മലിനീകരണ നിയന്ത്രണ നിയമം. കേസ് കോടതിയുടെ പടി കയറിയപ്പോഴേ പച്ചയായ കയ്യേറ്റമെന്ന് വിലയിരുത്തി. നിരാമയയിൽ നിന്ന് നിരാശയിലേക്ക് പോയ രാജീവ് ചന്ദ്രശേഖറിന്റെ കായൽ പദ്ധതിയായി ഇത് മാറി. കയ്യേറിയും പറ്റിച്ചും പണാധിപത്യം നടത്തുന്ന ഈ മഹാന്റെ തട്ടിപ്പ് കഥകൾ കാണ്ഡം കാണ്ഡമാണ്. അതൊക്കെ അവസാനമില്ലാതെ തുടരും.